സോ യെസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നലെ എപ്പിസോഡ് കണ്ടവരെല്ലാവരും കണ്ടു കാണും. ആര്യൻ ആര്യം ശരിക്കും പറഞ്ഞാൽ അത് ആദ്യമേ പറയണമെന്ന് തോന്നി. കാരണം ആര്യം ആ ടാസ്ക് നടന്ന ശേഷം രേണുവിൻ്റെ അടുത്ത് പറഞ്ഞത്, അതായത് രേണുവിൻ്റെ അടുത്തല്ല, അവിടെ ഇരുന്ന് ആരുടെ അടുത്താണ്, അപ്പാനി ശരത്തിൻ്റെ അടുത്തും മറ്റേ ജിഷിത്തിൻ്റെ അടുത്തും പറഞ്ഞത്. അത് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര മോശമായിട്ടുള്ളൊരു കാര്യമാണ്. അത് ആദ്യമേ പറയാമെന്ന് കരുതി. കാരണം ചിലപ്പോൾ ഞാൻ ഈ പറഞ്ഞു പോകുന്ന ഇടയ്ക്ക് ചിലപ്പോൾ അത് വിട്ടു. അതുകൊണ്ട് അത് ആദ്യമേ പറയാമെന്ന് കരുതി. ഭയങ്കര മോശമായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻ്റ് ആയിരുന്നു അത് കേട്ട് ചിരിക്കാനായിട്ട് ജിഷിത്ത്. ആ ജിഷിൻ സുധി എന്ന് പറയുന്ന ആ കലാകാരൻ്റെ കൂടെ സ്റ്റേജ് പങ്കിട്ട ഒരാളാണ്. എന്നിട്ട് അങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ്, അതായത് ഇങ്ങനെയാണെങ്കിൽ രേണു സുധിച്ചേട്ടൻ്റെ അടുത്തേക്ക് പോകും, ആ ടാസ്ക് കഴിഞ്ഞപ്പോൾ പറഞ്ഞതാണ് ആര്യൻ. അങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് നടത്തിയിട്ട് അത് കേട്ടിട്ടിരുന്ന് ചിരിക്കുകയാണ് ആ ജിഷിൻ എന്ന് പറയുന്നത്. എന്ത് വ്യക്തിത്വമാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഒന്ന് ആലോചിച്ച് നോക്കുക, സ്റ്റാർ മാജിക് എന്ന പ്രോഗ്രാമിൽ അവർ ഒരുമിച്ച് സ്റ്റേജ് ഷോസുകൾ ചെയ്തതാണ്. എന്നിട്ടാണ് ഇങ്ങനത്തെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് നടത്തിയപ്പോൾ അവിടെ ഇരുന്ന് ചിരിക്കുന്നത്. അല്ലെങ്കിൽ അവിടെ പറയണം, ഇവിടെ അങ്ങനെ പറയരുത്, അത് മോശമാണ്, അങ്ങനെ ഒരു കാരണവശാലും പറയാനും പാടില്ല. അത് പറഞ്ഞതൊക്കെ. എന്നിട്ട് അപ്പാനി അതിനെ താങ്ങിക്കൊണ്ട് നടക്കുകയാണ്. അങ്ങനെയല്ല, ആരും ഉദ്ദേശിച്ച് ഇങ്ങനെയാണ് എന്നും പറഞ്ഞ് എന്തിനാണ് ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നത്? ശരിക്കും പറഞ്ഞാൽ അക്ബർ പല അടികളും അവിടെ ഉണ്ടാക്കുന്നുണ്ട്. അവിടെ മുഖം നോക്കാതെ എനിക്ക് തോന്നുന്നു പല കാര്യങ്ങളും ഇടപെടുന്നത് ഇപ്പോൾ അക്ബറാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം ഇന്നലെ ആര്യൻ അത് പറഞ്ഞപ്പോൾ ഇടപെട്ടു പുള്ളിക്കാരൻ, അങ്ങനെ പറയരുത് എന്ന് പറഞ്ഞു. അത് ശരിക്കും പറഞ്ഞാൽ നല്ലൊരു ക്വാളിറ്റിയാണ്. പക്ഷെ പിന്നീട് അവരവരുടെ സൗഹൃദം പുതുക്കി അങ്ങനെ അതിന് ചോദിക്കില്ല എന്നൊക്കെ പറഞ്ഞു, ഓക്കെ. പക്ഷെ അത് ചോദ്യം ചെയ്തു. അവിടെ ചോദ്യം ചെയ്തപ്പോൾ എന്താണ്, ആര്യന് ട്രിഗറായി, അവിടെ വലിയ ബഹളം ഉണ്ടായി. ശരിക്കും പറഞ്ഞാൽ വെറും വൃത്തികെട്ട സ്വഭാവമാണ് ഈ കുന്നംകുളം കപ്പൂർ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തൊക്കെയാണെന്ന് ഒരു ഇമ്മച്ചൊരു എന്താ പറയുക, ഇത്രയും വലിയൊരു ഷോയാണ്, എന്ത് പറയണം, ആളുകളുടെ എന്ത് പറഞ്ഞുകൂടാന്ന് ഇത്രയും നാളായിട്ടും പുള്ളിക്കാരന് മനസ്സിലായിട്ടില്ല. പൊട്ടത്തരങ്ങളാണ് വിളിച്ച് പറയുന്നത്. അതുകൊണ്ട് പറഞ്ഞു പോയതാണ്. എനിക്കും അങ്ങനെ പേഴ്സണലി അങ്ങനെ അവരുടെ ഫേവററ്റും ഇല്ല, എന്നാൽ ഇഷ്ടമില്ലാത്ത ആരുമില്ല. പക്ഷെ പറയാതിരിക്കാനും വയ്യ. ഈ ആരും കാണിച്ചു കൂട്ടുന്നത് കാണുമ്പോൾ അത് തെറ്റ് അക്സെപ്റ്റ് ചെയ്യുമോ അതുമില്ല. ഇങ്ങനെ ന്യായീകരിച്ചുകൊണ്ടിരിക്കും. ഞാൻ ചെയ്തതാണ് ശരി, നിങ്ങളെല്ലാവരും തെറ്റാണ് എന്ന രീതിയിൽ ന്യായീകരിച്ചുകൊണ്ടേയിരിക്കും. പിന്നെ അതുപോലെ തന്നെ ജിഷിൻ അവിടെ അടി ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഓരോ കാര്യങ്ങൾ എടുത്തിടുന്നത്. ഒരു കാര്യമില്ലെങ്കിലും ടാസ്ക് തോറ്റാലും അത് സമ്മതിക്കത്തില്ല. ബാക്കി എല്ലാവരും അത് അക്സെപ്റ്റ് ചെയ്തു, ടാസ്ക് തോറ്റു എന്ന്. കാരണം അത് ഉള്ളതാണ്, എല്ലാവരും കണ്ടതാണ്. അതായത് പുറത്തിറങ്ങിയിട്ടില്ല, അതിനെ സപ്പോർട്ട് ചെയ്യാൻ അനു. ഞാൻ കണ്ടതാണ് ചേട്ടൻ പുറത്തിറങ്ങിയത്. നമ്മളാരും കണ്ടിട്ടില്ല എന്തായാലും ജിഷിൻ പുറത്തിറങ്ങുന്നത്. എനിക്ക് തോന്നുന്നു ജിഷിൻ അനുമോളെ സപ്പോർട്ട് ചെയ്ത് അവിടെ നിൽക്കുന്നുണ്ട്, അതുകൊണ്ട് തിരിച്ചൊരു സപ്പോർട്ട് കൊടുത്തതായിരിക്കാം. അങ്ങനെയാണ് എനിക്ക് തോന്നിയത്. ബാക്കി എല്ലാവരും അല്ല, കണ്ടുകൊണ്ടിരുന്ന പ്രേക്ഷകരടക്കം മനസ്സിലായി ആ ഒരു സമയം കഴിഞ്ഞ ശേഷമാണ് അവർ ആ പഠിപ്പുര ടാസ്കിൽ നിന്ന് പുറത്തിറങ്ങിയത്. എന്നിട്ടും അതിനെ ന്യായീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ സ്ഥാനങ്ങൾ എടുത്തു വെച്ചിട്ടും അത് പിന്നെ വലിയൊരു വഴക്കായി. ഒരു കാര്യമില്ല. ജിഷിൻ അവിടെ കാണിച്ചു വിട്ടതെന്ന് പറഞ്ഞാൽ, ഞാൻ എന്തോ ഭയങ്കര അഗ്രസീവാണ്, ഞാൻ ബഹളം ഉണ്ടാക്കും, എൻ്റെ അടുത്ത് ആരും സംസാരിക്കാൻ വരരുത്, എൻ്റെ തെറ്റുകൾ ആരും ചൂണ്ടിക്കാണിക്കരുത്, ആ രീതിയിലാണ് ശരിക്കും പറഞ്ഞാൽ അവിടെ കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു മാറ്റവും ഇല്ല. മേ ബി ഒരാഴ്ചയും കൂടെ പോകുമായിരിക്കും ഇങ്ങനെ. ഉറപ്പാണ് ആ പുള്ളിക്കാരൻ സൈലൻ്റ് ആവും, അത് 100% ഉറപ്പാണ്. വന്ന ആ ഒരു ബഹളമാണ് അവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അത് 100% ഉറപ്പാണ്. നോക്കിക്കോ, അവിടെ ഇനി അവിടെ ഒരു സൈലൻ്റ് ആയിരിക്കും പുള്ളിക്കാരൻ. കാരണം പുള്ളിക്കാരൻ ആക്ട് ചെയ്യുന്നു, പുള്ളിക്കാരൻ്റെ സ്വഭാവം ഇതല്ല, ഉറപ്പാണ്. അവിടെ വന്നപ്പോൾ ബാക്കിയുള്ളവരെ കാണിക്കാൻ വേണ്ടിയാണ് ഇത് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ നിവിൻ ശരിക്കും പറഞ്ഞാൽ നല്ലൊരു ക്യാപ്റ്റനായിട്ടാണ് എനിക്ക് തോന്നിയത്. പല കാര്യങ്ങളും അതായത് ഫേവറേറ്റ് പേഴ്സൺ അല്ലെങ്കിൽ എനിക്ക് ഇഷ്ടമില്ലാത്ത പേഴ്സൺ അങ്ങനെയൊന്നും ആരെയും നോക്കുന്നില്ല. എല്ലാവരുടെ അടുത്തും ആരുടെ തുറന്നടിച്ച് കാര്യങ്ങൾ പറയുന്നു, അതെല്ലാവരുടെ അടുത്തും നിവിൻ അതുപോലെ തന്നെ പെരുമാറുന്നുണ്ട്. അതായത് ഒരുപോലെ തന്നെയാണ് ക്യാപ്റ്റൻ എന്ന നിലയ്ക്ക് എല്ലാവരും ഒരുപോലെ കണ്ട് പെരുമാറുന്ന ഒരു ക്യാപ്റ്റനായിട്ട് എനിക്ക് തോന്നി ഇത്രയും നാളും വന്നത്. ഫേവറേറ്റിസം ആരുടെ കാണിക്കുന്നില്ല എന്ന് എനിക്ക് തോന്നി. അങ്ങനെ തോന്നിയ ഒരു ക്യാപ്റ്റൻ നിവിൻ മാത്രമാണ് ഇത്ര നാളായിട്ട് എനിക്ക് തോന്നിയതാണ്, പേഴ്സണലി തോന്നിയതാണ്. മേ ബി നിങ്ങളുടെ പെർസ്പെക്റ്റീവ് വേറെ ആയിരിക്കാം, പക്ഷെ എനിക്ക് അങ്ങനെയാണ് തോന്നിയത്. നിവിൻ എല്ലാവരെയും ഒരുപോലെ കണ്ട് എല്ലാ ടാസ്കുകളിലായാലും എല്ലാ ആൾക്കാരായാലും വൈൽഡ് കാർഡായാലും അവിടെ ഉള്ളവരായാലും ഒരുപോലെ കൺസിഡർ ചെയ്യുന്നുണ്ട്. അത് നല്ലൊരു കാര്യമാണ്, നല്ലൊരു ക്യാപ്റ്റൻ്റെ ക്വാളിറ്റിയും അതാണ്. എനിക്കങ്ങനെ ഫീൽ ചെയ്തു. നിങ്ങൾക്ക് ആർക്കെങ്കിലും മേ ബി വേറെ അഭിപ്രായമായിരിക്കാം, ഓക്കെ ഫൈൻ. അതുപോലെ തന്നെ വൈൽഡ് കാർഡിൽ വന്ന ലക്ഷ്മിയാണെന്ന് തോന്നുന്നു, മീൻസ് ഈ ക്യാപ്റ്റൻ, അടുക്കളയുടെ ക്യാപ്റ്റൻ. ഇന്നലത്തെ സാമ്പാറിൻ്റെ കാര്യം എല്ലാവരും കണ്ടു കാണുമല്ലോ, ഈ രസം പോലെയാണ് ഉണ്ടായിരുന്നത്. അതിലും അനുമോള് കയറിയിട്ട് ഇടപെട്ട് അത് വലിയൊരു പ്രശ്നമാക്കിയിട്ടുണ്ട്. ഒരു കാര്യമില്ല. പുള്ളിക്കാരി എന്തൊക്കെയോ കണക്കുകൾ അവിടെ ഇരുന്ന് പറയുന്നുണ്ട്. എനിക്കറിയില്ല പുള്ളിക്കാരി എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന്.
ആദില പോയിട്ട് ഓരോ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ ഈ അനുമോൾക്ക് ഉത്തരവില്ലാതാകുമ്പോൾ എനിക്ക് നിന്നോട് സംസാരിക്കാൻ താല്പര്യമില്ല, ഒറ്റപ്പോക്കാണ്. അങ്ങനെ ആവരുത്. ശരിക്കും പറഞ്ഞാൽ എന്താണ് ചോദിക്കുന്നത് അത് കൃത്യമായിട്ടുള്ള മറുപടി കൊടുക്കുക. കൃത്യമായിട്ടുള്ള മറുപടി ഇല്ലെങ്കിൽ അതിൽ പോയി ഇടപെടാൻ പോകാതിരിക്കുക. അതിൽ പല തവണയായിട്ട് പോയി സംസാരിക്കുന്നു. അനുമോൾ ഇതാണ് ചെയ്യുന്നത്. ഉത്തരം മുട്ടുമ്പോൾ ഒരൊറ്റ പോക്കാണ്. അത് തന്നെയാണ് അതിൻ്റെ അത് നടന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ കാണുന്നവർക്ക് മനസ്സിലാവും. ഒരു രീതിയിലുള്ള തെറ്റുകൾ അക്സെപ്റ്റ് ചെയ്യുന്നില്ല. അതിനകത്ത് ആരും അക്സെപ്റ്റ് ചെയ്യുന്നില്ല. അക്സെപ്റ്റ് ചെയ്യുന്നവർ വളരെ കുറവാണ് ശരിക്കും പറഞ്ഞാൽ. തെറ്റുകൾ അക്സെപ്റ്റ് ചെയ്യുക. അക്സെപ്റ്റ് ചെയ്തിട്ട് എന്താ അടുത്ത തവണ അത് തിരുത്താൻ ശ്രമിക്കുക. അല്ലാതെ ഞാൻ പിടിച്ച മുയലിന് 3 കൊമ്പെന്നും പറഞ്ഞുകൊണ്ടിരുന്നാൽ അവിടെ ഇരിക്കാനേ പറ്റത്തുള്ളൂ. ഒരു കാര്യമില്ലാതാവും. ഈ ആര്യനെ പോലെ. ആര്യൻ അവിടെ ഒരു തെറ്റും അക്സെപ്റ്റ് ചെയ്യുന്ന ഞാൻ കണ്ടിട്ടില്ല. എങ്ങനെയൊക്കെ അവൻ കാര്യങ്ങൾ വളച്ചൊടിക്കാൻ ശ്രമിക്കുന്നുണ്ടോ നല്ലപോലെ ശ്രമിക്കുന്നുണ്ട് വളച്ചൊടിക്കാൻ. ഞാൻ ഇങ്ങനെയാണ് ഉദ്ദേശിച്ചത്, അങ്ങനെയാണ് ഉദ്ദേശിച്ചത്. കഴിഞ്ഞ എപ്പിസോഡിൽ തന്നെ ഞാൻ ആദ്യം പറഞ്ഞ കാര്യം, രേണുസുധീര കാര്യം പറഞ്ഞിട്ട് ഞാൻ ഇങ്ങനെയല്ല പറഞ്ഞത്, അങ്ങനെയാണ് പറഞ്ഞത് എന്നൊക്കെ പറഞ്ഞ് അവിടെ നിന്ന് അങ്ങ് മെഴുകുന്നുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ വന്ന് ചോദിച്ചു, നീ ആദ്യം ഇതല്ലല്ലോ പറഞ്ഞത്, ഇപ്പം എന്തിനാ മാറ്റി പറയുന്നതെന്ന് ചോദിച്ചപ്പോൾ ഉത്തരവില്ല. അതുപോലെ എല്ലാം കഴിഞ്ഞിട്ട് രേണുവിൻ്റെ അടുത്ത് പോയി മാപ്പൊക്കെ ചോദിക്കുന്നുണ്ട്. ഒരു കാര്യമില്ല, മൈൻഡ് പോലും ചെയ്യുന്നില്ല. കാരണം ആർക്കാണ് മാപ്പ് കൊടുക്കാൻ തോന്നുന്നത്? ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ തമാശ രൂപേണയാണ് പറയുന്നത്. അവൻ പറയുന്ന എല്ലാം തമാശയാണ്. എല്ലാവരും അത് തമാശയായിട്ട് കണ്ടോണം. എൻ്റെ ഇമ്മച്യൂരിറ്റിയാണ്. ഇതാണോ ഉദ്ദേശിക്കുന്നത്? എന്തൊക്കെയാണെന്തോ കുന്നംകുളം കപ്പൂർ. അയ്യോ, ആരോ ഇത് ആരാന്തോ അവനാ രൺബീർ കപൂറിനെ പോലെ ഇരിക്കണം എന്നൊക്കെ പറഞ്ഞത്. അവൻ ആദ്യം അടിക്കണം ഓരോ കോമഡി ഒന്നും കൊടുത്തിട്ട്. എനിക്ക് തോന്നുന്നു അതൊക്കെ തലയ്ക്ക് പിടിച്ചിട്ട് എന്തോ വലിയ സംഭവമാണെന്നും പറഞ്ഞാണ് ഇങ്ങനെ നടക്കുന്നത്. ഒരു കാര്യമില്ല. ഞാൻ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു വീഡിയോ കുറച്ച് ധൃതിയിലാണ് ചെയ്യുന്നത്. അതുകൊണ്ട് കുറേ പോയിന്റ്സ് ഒന്നും കിട്ടുന്നില്ല പറയാനായിട്ട്. അതായത് പെട്ടെന്ന് പറഞ്ഞു പോകുന്നതുകൊണ്ട് കുറച്ച് കാര്യങ്ങൾ മാത്രമേ എനിക്കിങ്ങനെ ഓർമ്മയിൽ വരുന്നുള്ളൂ. അതുപോലെ തന്നെ കുറച്ച് തിരക്കിലാണ് ഞാൻ. അതുകൊണ്ട് ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ്. കൂടുതലൊന്നും പറയാനില്ലെന്ന് തോന്നുന്നു. എന്തായാലും ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസ് വരുന്നതായിരിക്കും. ഓരോ എപ്പിസോഡും പ്രത്യേകിച്ച് ഓണവും കൂടെ വരുന്നതാണ്. എനിക്ക് തോന്നുന്നില്ല റെഗുലറായിട്ട് വീഡിയോ ചെയ്യാൻ പറ്റുമെന്ന്. ഇത്ര പേര് എൻ്റെ വീഡിയോ റെഗുലറായിട്ട് കാണുമെന്നും എനിക്കറിയില്ല. നമുക്ക് നോക്കാം എന്തായാലും. എനിക്ക് പറ്റുന്ന പോലെയൊക്കെ ഞാൻ വീഡിയോ ചെയ്യാം. ഓക്കെ ഫൈൻ. ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെയാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ